ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് നിലമ്പൂർ വരെ ഒന്ന് പോയി വരാം ഗൈസ്. ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. കൂടെ വീട്ടിലത്തെ എല്ലാവരും ഉണ്ട് കേട്ടോ. അച്ഛനും അമ്മയും സിസ്റ്റേഴ്സും എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് വീണ്ടും ട്രെയിനിൽ കയറുന്നത്. നമ്മുടെ മലപ്പുറത്തുനിന്ന് കുറച്ച് ദൂരെ നിലമ്പൂർക്കുള്ളെങ്കിലും എനിക്ക് ബസ്സിൽ പോകാനേക്കാട്ടിലും ഇഷ്ടം ട്രെയിനിൽ പോകാനായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി, സെറ്റായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു യാത്രയൊക്കെ. നമ്മളെപ്പോൾ പോകുമ്പോഴും ട്രെയിനിൽ നല്ല തിരക്കായിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ട്രെയിനിലൂടെയുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ. അധികം ഈ ട്രെയിനുകളൊക്കെ പോകുന്നത് ഈ ഒരു ഗ്രാമങ്ങളിലൂടെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ കാട്ടിലൂടെയൊക്കെ എങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ട്രെയിൻ അങ്ങനെയാണല്ലോ. സാധാരണ ബസ്സുകളൊക്കെ ആണെങ്കിൽ കുറച്ച് സിറ്റിയിലൂടെ ആയിരിക്കും മിക്കവാറും പോകുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് എന്തിനാണ് നിലമ്പൂർക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപാട് നാളായി നമ്മുടെ അച്ഛൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടും അവരുടെ ഫാമിലിയും, അപ്പോൾ അവരെ കാണാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം നമ്മളതിനെ വെയിറ്റ് ചെയ്ത് അവരവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ അവരെ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞാനിതേപോലെ ചെറുപ്പത്തിലൊക്കെ അവർ നമ്മളുടെ വീട്ടിലേക്കും ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. അതായത് നിലമ്പൂർ ടു കൊപ്പം അല്ലെങ്കിൽ പട്ടാമ്പി എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ പട്ടാമ്പിയിൽ നിന്ന് നിലമ്പൂർക്കും അങ്ങനെ ട്രാവൽ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ പോകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അച്ഛൻ്റെ കൂടെ ബൈക്കിലാണ് പോവുക കേട്ടോ. അപ്പോൾ അച്ഛനും അതുപോലെ തന്നെ അമ്മയും പിന്നെ ഞങ്ങൾ 3 മക്കളുമാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ ബൈക്കിലാണ് അന്നൊക്കെ യാത്ര ചെയ്തിരുന്നത്. അന്ന് പക്ഷേ ഈ ഒരു ഐഡിയ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. ഇപ്പാണെങ്കിൽ അച്ഛൻ അത്യാവശ്യം പ്രായമായതുകൊണ്ട് നമ്മൾ പിന്നെ വലിയ മക്കളായതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും പോകാൻ പറ്റില്ലല്ലോ. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഉമ്മർ എന്നാണ് കേട്ടോ. അതുപോലെ അവരുടെ വൈഫിൻ്റെ പേര് സലീന. അങ്ങനെ നമ്മളിതാ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. നമ്മളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീടെത്താറായതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ നല്ല രസമായിരുന്നു. ഇവിടെ ചെന്നപ്പോഴാണ് അച്ഛൻ്റെ അതേപോലെ തന്നെ വേറൊരു ഫ്രണ്ടും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ 3 ഫാമിലികൾ ഒരുമിച്ച് ഇരിക്കുകയാണ്. ആ ഒരു എന്താ പറയുക ടൈം നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ ഫുള്ള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ വീട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇവർ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇത്തയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്തൊക്കെയോ സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മന്തിയും അതുപോലെ തന്നെ ബിരിയാണിയും പിന്നെ ചിക്കൻ്റെ എന്തൊക്കെയോ വെറൈറ്റികൾ ഉണ്ടായിരുന്നു. എനിക്കതൊക്കെ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആള് നേരത്തെ തന്നെ എണീറ്റ് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇക്ക, അതായത് ഇത്താൻ്റെ ഇക്കയാണ് ഇത്. അപ്പോൾ അവരെന്നെ നമുക്ക് സെർവ് ചെയ്ത് തരികയാണ്. അങ്ങനെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന് ഞാൻ ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ചിക്കൻ ഉണ്ടാക്കിയത് അടിപൊളിയായിരുന്നു. ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തരണം എന്ന് ഞാൻ ഇത്താൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മന്തി അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ചിക്കൻ, എന്താ പറയുക, ചിക്കൻ എന്തോ ഒരു വെറൈറ്റി, ഒരു ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ അത് ഞാൻ ചോദിച്ച് വെച്ചിട്ടുണ്ട് റെസിപ്പിയൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്ത. അവർക്ക് ക്യാമറേൻ്റെ മുന്നിൽ വരാൻ ചെറിയൊരു മടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ട്. ഇനി അടുത്ത വ്ളോഗിലായിരിക്കും ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബൈ.